ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. സാധാരണ ഇപ്പം എല്ലാ ദിവസവും 6 മണി 6:30 6:15 ആകുമ്പോഴാണ് കേട്ടോ എണീക്കുന്നത്. ഇന്ന് ഞാൻ പക്ഷേ ഒരു 5:15 എണീറ്റ് കട്ടിലെ കുറേ നേരം ഇങ്ങനെ പുതച്ച് മൂടി കുത്തിപ്പിടിച്ചിരുന്നു കേട്ടോ. രാവിലെ നല്ല തണുപ്പല്ലേ, അങ്ങ് എണീറ്റ് പോരാനൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആയല്ലോ നമ്മൾ വെളുപ്പിനെ എണീറ്റിട്ട്, അതുകൊണ്ട് തന്നെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ആലസ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നമ്മുടെ ക്ഷീണവും പനിയുടെ ഇതൊക്കെ കുറഞ്ഞല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഇനി മുതൽ പഴയ പോലെ തന്നെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് തുടങ്ങാമെന്ന് വിചാരിച്ച് ഇന്ന് അതിൻ്റെ ആരംഭമായിരുന്നു കേട്ടോ. പഞ്ചായത്ത് എണീറ്റ് 5:15 വരെ കുത്തിപ്പിടിച്ചൊക്കെ ഇരുന്ന് 5:30 ആയപ്പോഴത്തേക്കിനും പതുക്കെ ഞാൻ എണീറ്റ് പുറത്തൊക്കെ വന്ന് ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് പല്ലൊക്കെ ഒന്ന് തേച്ച് പതുക്കെ നമ്മുടെ കിച്ചണിലേക്ക് കയറി കേട്ടോ. കിച്ചൺ രാവിലെ നല്ല ക്ലീനായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ പകുതി സമാധാനം, പകുതി പണി തീർന്ന പോലെയാണ്. ഫുൾ ഇന്നലെ രാത്രി എല്ലാം ക്ലീനാക്കി അടിച്ച് തുടച്ചൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയി കിടന്നത്. അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ്സാണ്. അപ്പം എന്നത്തെയും പോലെ ഇനി കട്ടൻ ചായ ഇടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പം ഏട്ടയെ പതുക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. അബീനെ ഇന്ന് കുറച്ച് നേരത്തെ എണീപ്പിക്കണം ഇനി മുതൽ, അല്ലെങ്കിൽ എന്നും പതുക്കെ എണീറ്റ് പറക്കി വരുമ്പോഴത്തേക്കിന് ലാസ്റ്റ് സ്കൂളിൽ ഇറങ്ങുന്നതിൻ്റെ ആ മൊമെൻറ്റ് വരെ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാൻ നേരത്തെ എണീപ്പിക്കാമെന്ന് വിചാരിച്ച്. അതിന് ഞാൻ ആദ്യം നേരത്തെ എണീക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എണീറ്റ് കട്ടൻ ചായയൊക്കെ ഇട്ടതാ, ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഏട്ടയ്ക്ക് ജോലിക്കൊക്കെ പോകേണ്ട ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏട്ടയ്ക്കും ചായയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുളിക്കാനുള്ള വെള്ളവും കൂടി വെച്ചു കേട്ടോ. 2 ദിവസമൊക്കെ ആയിട്ട് ആൾക്ക് ചെറുതായിട്ട് തുമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് പനിയിലേക്ക് കലാശിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ അതിൻ്റെ കെയർ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ രാവിലെ കുളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചൂടുവെള്ളം കലത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളമല്ല, പച്ചവെള്ളം വെച്ചിട്ടുണ്ട്. അതിന് ചൂടാവണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ വന്നിരുന്നത് ആ കട്ടൻ ചായ കുടിക്കാനാണ് കേട്ടോ. കുറച്ച് നേരത്തെ എണീറ്റത് കൊണ്ടും താമസിച്ച് അബിക്ക് സ്കൂളിൽ പോയാൽ മതിയല്ലോ. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് പതുക്കെ ഇരുന്ന് വരയ്ക്കൊക്കെയാണ് എല്ലാം ചെയ്തത്. നേരത്തെ എണീക്കുക എന്നുള്ളൊരു ലക്ഷ്യമുള്ളായിരുന്നു. പിന്നെ നേരത്തെ എണീറ്റാൽ വേറൊരു ഗുണമുള്ള എന്നാന്ന് വെച്ചാൽ നമ്മുടെ സകല പണി നേരത്തെ കഴിയും. പിന്നെ ഇഷ്ടം പോലെ സമയം കിട്ടും കേട്ടോ. താമസിച്ച് എണീറ്റിട്ടുണ്ടെങ്കിൽ പണിയൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്കിനും ഒരു ഉച്ചയൊക്കെ ആവും. അപ്പം നമുക്ക് ഒരുപാട് സമയം ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ നേരത്തെ എണീറ്റാൽ അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റ് വന്ന് കട്ടൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം എന്നത്തെയും പോലെ ഞാൻ അരി ഇടാനുള്ള പരിപാടിയിലാണ്. അരി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കാടിയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നല്ല ചീമ നെല്ലിക്കയാണ് കേട്ടോ. ഇത് ഇന്നലെ പറിച്ചതാണ്. ഇതും നമുക്ക് അച്ചാറാക്കണം. ഓൾറെഡി ഇപ്പോൾ 2 കൂട്ടം അച്ചാർ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ വെളുത്തുള്ളി അച്ചാറും ഉണ്ട്, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പാവയ്ക്ക അച്ചാറിട്ടായിരുന്നല്ലോ, അപ്പോൾ പാവയ്ക്ക അച്ചാറും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതുകൂടി ഇട്ട് വെക്കണം. ഇഷ്ടം പോലെ അച്ചാറുകളായിട്ടുണ്ട്. ഒരു കണക്കിന് നല്ലതാണ്. നമുക്കൊരു കഞ്ഞിയൊക്കെ കുടിക്കണമെങ്കിൽ ഓടി വന്നിട്ട് കുറച്ച് അച്ചാറും എടുത്ത് കഞ്ഞിയാക്കിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ്. നമ്മൾ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അച്ചാർ നന്നായിട്ട് അലർന്ന് വരുന്നേ ഉള്ളൂ. ഇന്നലെ ഇട്ട് വെച്ചേ ഉള്ളൂ. ഞാൻ പിന്നെ വഴട്ടാതെ ഇട്ടതാണേ. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചയൊക്കെ ഇരുന്നാലാണ് നല്ല ടേസ്റ്റായി വരത്തുള്ളൂ കേട്ടോ. പക്ഷേ ഇതിന് നല്ല മണമാണ്. ഞാൻ ഇടയ്ക്കൊന്ന് മൂട പൊക്കി നോക്കിയപ്പോഴത്തേക്കിനും റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ചൂടുവെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് ഏട്ടയ്ക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. അങ്ങനെ ആൾ കുളിച്ച് ചായയൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറി ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴത്തേക്കിനും ഏകദേശം നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ. 6 മണിയൊക്കെ ആയി. അപ്പം ഇനിയിപ്പോൾ ഏട്ടായി പോയി കഴിഞ്ഞിട്ട് പതുക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് ഏട്ടായിക്ക് വെള്ളം കുളിക്കാൻ വെച്ച അതേ കാലത്തിലേക്ക് ഞാൻ കഞ്ഞിക്കുള്ള വെള്ളവും കൂടി അടുപ്പിലൊക്കെ അങ്ങ് ഇട്ടു കേട്ടോ. ഇനിയിപ്പം വൈകിട്ടത്തേനും കൂടെ കൂട്ടിയുള്ള അരി ഒരുമിച്ചങ്ങിടാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ റൈസ് കുക്കറിലേക്ക് രാവിലെ കഞ്ഞി വെക്കും, ഉച്ചയാകുമ്പോഴത്തേക്കിനും അത് തീരും. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 4:30 ആകുമ്പോഴത്തേക്കിനും വീണ്ടും അരി അടുപ്പിലിടും. അത്താഴത്തിനുള്ളത് ചൂട് ചോറായിട്ട് കഴിക്കാൻ പാകത്തിന് കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് തോന്നി എന്നാൽ ഒരുമിച്ച് അങ്ങ് അരി വലിയ കലത്തിലേക്ക് ഇടാതാകുമ്പോഴത്തേക്കിനും വൈകിട്ട് ഇനിയിപ്പോൾ കഞ്ഞിയൊന്നും വെക്കാൻ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അരിയൊക്കെ കഴുകി. അപ്പോഴത്തേക്കിനും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോ ഫ്ലെയിമിൽ അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്കിനും സ്കൂളിൽ പോകാറാകുമ്പോഴത്തേക്കിനും ചോറാകത്തുള്ളൂ. അങ്ങനെ പതുക്കെ ആകുമ്പോൾ ഗ്യാസ് ഒത്തിരി ലാഭമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ഇടുന്നത്. ഇതിപ്പം വലിയ കല ആയതുകൊണ്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ പതുക്കെ അവിടെ ഇരുന്ന് അങ്ങ് വേകട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അബി മിക്കപ്പോഴും രാവിലെ എന്ത് കാപ്പിക്കുണ്ടെങ്കിലും ചോറുണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്.
കാപ്പി കൊടുത്താലും കഴിച്ചോളും, പക്ഷേ ഇച്ചിരി ചോറ് കൊടുത്തു വിട്ടില്ലെങ്കിൽ എനിക്കെന്തോ വയറ് നിറയാത്ത പോലൊരു ഫീലാണ്. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും കൊച്ചിന് വിശക്കോ എന്നുള്ളൊരു ചിന്തയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാപ്പി കൊടുത്താലും കുറച്ച് ചോറൂടെ വാരി കൊടുക്കും 2 പേർക്കും. അപ്പം വേറെ ചോറ് ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നലത്തെ കൂട്ട് ചോറ് കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചേക്കാണ്. അതൊന്ന് തികത്തി ഊറ്റിയാൽ മതി. അപ്പോൾ ആ ചോറ് കഴിപ്പിച്ച് വിടാം. അപ്പോൾ ഇത് പതുക്കെ ആയാൽ മതിയല്ലോ. അങ്ങനെ ലോ ഫ്ലെയിമിൽ കഞ്ഞി അടുപ്പിലേക്ക് ഇട്ട് അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ചുണ്ട് ഇങ്ങനെ അതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇന്നലെ ഒരു വാഴച്ചുണ്ട് മേടിച്ചോണ്ട് വന്നതാണ്. ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചുണ്ട് കറി വെക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അതിനകത്ത് ചുണ്ട് കറിയോ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്ന് ഇങ്ങനെ ചിരിക്കുന്ന സ്മൈലൊക്കെ ഇട്ടിട്ട്. ചുണ്ട് തോരൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഴച്ചുണ്ട് തോരനാണ് കേട്ടോ. ഇവിടെ നമ്മൾ പറയാൻ എളുപ്പത്തിന് ചുണ്ടൊടിക്കുക, ചുണ്ട് കറി വെക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും. വാഴ ഫ്രണ്ടിൽ നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൂട്ടാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ ഇങ്ങ് പറഞ്ഞു പോയതാണ്. അപ്പോൾ നല്ല മുഴുത്തൊരു വാഴച്ചുണ്ടായിരുന്നു കേട്ടോ. ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വൈകിട്ട് വരെ നിൽക്കാനുള്ളതുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഴച്ചുണ്ട് തോരൻ. എൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറുപയറോട് ഇടുകയാണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത് തന്നെ തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോളയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ചില വാഴച്ചുണ്ടിന് ഭയങ്കര നൂലാണിങ്ങനെ, നമ്മൾ അരിയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് നൂല് എഴുന്ന് വരും കേട്ടോ. പക്ഷേ ഇതിന് അത്രമാത്രം നൂലില്ലായിരുന്നു, നന്നായിട്ട് വിറുവിറാൻ തന്നെയാണ് കേട്ടോ കൊത്തി അരിഞ്ഞപ്പോൾ തന്നെ കിടക്കുന്നത്. ഇനി അഥവാ കുറച്ച് നൂലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് എണ്ണ കൂട്ടി അങ്ങ് തിരുമിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൂലൊക്കെ നന്നായിട്ട് വിട്ട് വരും കേട്ടോ. ചിലരിതിനെ ഇങ്ങനെ വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ടിട്ട് പിഴിഞ്ഞെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാനിങ്ങനെ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. എന്നിട്ട് നന്നായിട്ട് തിരുമി അതിനകത്ത് നൂല് എടുത്ത് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്ത് കളയും. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് വിതറി കുറച്ച് നേരം ഒന്ന് വെക്കും. അപ്പോഴത്തേക്കിനും ഇതിനൊരു കറവോണൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറുമല്ലോ. അപ്പോൾ ആ കറയൊക്കെ നന്നായിട്ട് മാറിയിട്ട് ആ എണ്ണയൊക്കെ പിടിച്ച് നന്നായിട്ട് ഇങ്ങനെ വിറുവിറാന്നായിട്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് തോരൻ വെക്കുമ്പോഴത്തേക്കിനും നല്ലൊരു ടേസ്റ്റിൽ വരും. അപ്പം അങ്ങനെയാണ് എനിക്കിഷ്ടം. വെള്ളത്തിലിട്ട് ഞാൻ കറി വെച്ചിട്ടേ ഇല്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതിനൊക്കെ നല്ല ഗുണമുള്ള സാധനങ്ങളാണല്ലോ, നമ്മൾ പിഴിഞ്ഞ് ഉപ്പൊക്കെ പിഴിഞ്ഞൊക്കെ കളഞ്ഞ് സത്തൊക്കെ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എണ്ണയൊക്കെ കൂട്ടി നന്നായിട്ട് തിരുമിയെടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ റെഡിയാക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് അതങ്ങ് ഇനി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ വേഗം ഞാൻ അപ്പം ചുടുകയാണ്. ഇന്നലെ ഞാൻ കള്ളപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഈ നമ്മുടെ പാലപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കള്ളപ്പത്തിനാണ് അരച്ച് വെച്ചത് കേട്ടോ. അപ്പം ഞാനത് കുഞ്ഞായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാപ്പി വരുന്ന അവൻ എന്തെങ്കിലും കഴിക്കാൻ വേണം കേട്ടോ. അപ്പം എൻ്റെ അമ്മ തിന്നാനുള്ളതെന്ന് ചോദിച്ചേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്ത പരിപാടി നമ്മുടെ കാപ്പിയുടെ ആക്കി. ഞാനത് ചുട്ടോണ്ടിരുന്നപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പി കൃത്യം എണീറ്റ് വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ 2-3 അങ്ങ് വേഗം ചുട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കുഞ്ഞാപ്പിക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. പിന്നെ ചായ എടുത്തു കൊടുത്തു കേട്ടോ. ചായ പിന്നെ ചൂടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ചൂടാക്കാതെ മധുരം ഇട്ട് കൊടുത്ത്. പിന്നെ ഇവിടെ ഇച്ചിരി കട്ടൻ ചായയും മധുരമൊക്കെ കൂട്ടിയൊക്കെ കഴിച്ചാലും കുഴപ്പമില്ല. ഇവിടെ എല്ലാവർക്കും ഷുഗർ ഇച്ചിരി കുറവുള്ളവരാണ്. ഷുഗറും അതെ, പ്രഷറും അതെ. ഈ കാണായ പഞ്ചസാരയും ഉപ്പുമൊക്കെ കഴിച്ചിട്ടും കുറഞ്ഞാണ് കേട്ടോ നിൽക്കുന്നത്. അതൊരു അത്ഭുതം തന്നെയാണ്. അങ്ങനെ അവനുള്ള കാപ്പിക്കുള്ള കള്ളപ്പൊക്കെ ചുട്ട് കൊടുത്തു. അതിന് ശേഷം വന്നിട്ട് ഞാൻ ചുടുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അപ്പത്തിന് ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് വന്നിട്ട് വേഗം അരപ്പിനുള്ളതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ഇങ്ങനെ തേങ്ങ ചിരകി എടുത്തു. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉള്ളിയും മുളകും ഒക്കെ കൂടെ ചേർത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇനി പെട്ടെന്ന് കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ചട്ടി അടുപ്പിൽ വെച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ടങ്ങ് ഇട്ട് കൊടുത്തു. അതിനുശേഷം വന്നിട്ട് നമ്മൾ അരപ്പോട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തട്ടിപ്പൊത്തി മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. സാധാരണ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ വെക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് എണ്ണയുണ്ടല്ലോ, ഇനിയിപ്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അരപ്പൊക്കെ ചേർത്തൊന്ന് തട്ടിപ്പൊത്തി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഞാൻ ചേർത്തിട്ടേ ഇല്ല, അതിനകത്ത് ആവശ്യത്തിന് എണ്ണയുണ്ട്. പിന്നെ അരപ്പ് തേങ്ങ ഇങ്ങനെ ഞെങ്ങി വരുമ്പോഴത്തെ അതിനകത്ത് വെള്ളം ഉണ്ടാവുമല്ലോ, അത് മതി. പിന്നെ തീരെ കരം കുറച്ച് കുത്തുകുതാന്ന് അരിഞ്ഞെടുത്തേക്കുന്നതുകൊണ്ട് അതിനകത്ത് വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കറിക്ക് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ വേഗം പോയി അബിയുടെയും കുഞ്ഞാപ്പിയുടെയും ലഞ്ച് ബോക്സും വെള്ളക്കുപ്പിയൊക്കെ ഒന്ന് കഴുകി എടുത്ത് മാറ്റി വെച്ച് നമ്മുടെ ചോറിപ്പുറത്തെ അടുപ്പിലേക്ക് ആയി വരുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണെങ്കിലും പെട്ടെന്ന് വെന്ത് വരുന്നുണ്ട്. മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമ്മൾ കള്ളപ്പത്തിന് ഇന്ന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ കുഞ്ഞാപ്പിക്ക് ലഞ്ച് ബോക്സ് കൂടാതെ നമുക്ക് സ്നാക്സ് ബോക്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കള്ളപ്പം ഞാൻ ഉണ്ടാക്കിയത്. രാവിലെ അവരല്ലെങ്കിൽ ചോറുണ്ടിട്ടായാലും പൊക്കോളും കേട്ടോ. അതുകൊണ്ട് ഞാൻ കറി വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് മധുരം കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പഞ്ചസാരയും നല്ലവണ്ണമൊക്കെ ചേർത്തിട്ട് കള്ളപ്പം ചുട്ടെടുത്തത്. അപ്പം നമുക്ക് ഒന്നുമില്ലെങ്കിലും അത് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യത്തിന് സമാധാനം ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ കള്ളപ്പമൊക്കെ ചുട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ പാക്കൊക്കെ ഇട്ടൊന്ന് വിശദമായിട്ട് വേഗം പോയി കുളിച്ചു. മിറ്റം അടിക്കാനും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. അത് ഞാൻ ഇവരെ സ്കൂളിൽ വിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കിനും 9:30 ആവുമല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി വന്നതിന് ശേഷം പപ്പടം വറക്കാണ്. പിന്നെ പൊതിക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ചോറും പപ്പടം വറുത്തതും പിന്നെ നമ്മുടെ വാഴക്കൊമ്പ് തോരനുമാണ് കേട്ടോ. പിന്നെ ഇന്നലെ വൈകിട്ട് മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ നേരത്ത് എടുത്താൽ മതിയല്ലോ. ഇവർക്ക് മീൻ കറിയായിട്ട് കൊടുത്തു വിട്ടാൽ ഭയങ്കര ഉളുമ്പായിരിക്കുമല്ലോ. അവർക്ക് കഴിക്കാൻ വലിയ പിന്നെ വറുത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പൊളിച്ച് അവിടെ ഇവിടെയൊക്കെ ആക്കാതെ കഴിച്ചോളും. പിന്നെ എരിവുള്ള മീൻ കറി ആണെങ്കിൽ അവർ കാര്യമായിട്ട് കഴിക്കത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മീൻകറി കൊടുത്ത് വിട്ടില്ല കേട്ടോ. മാക്സിമം ഞാൻ ഇച്ചിരി ഉളുമ്പൊക്കെ തോന്നുന്ന ഒരു മീനാണെങ്കിൽ കൊടുത്ത് വിടാറില്ല. വലിയ ഉളുമ്പില്ലാത്ത മീൻ നമുക്ക് വെട്ടി വറുത്ത് കഴിയുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പ്രശ്നമില്ലാത്ത മീനൊക്കെ ആണെങ്കിൽ കൊടുത്ത് വിടുന്നത് കേട്ടോ. അങ്ങനെ അതും റെഡിയാക്കി വെച്ച് അതിന് ശേഷം വന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ ഏകദേശം വെന്ത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വാർക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് വെട്ടി തിളക്കട്ടെ എന്ന് വിചാരിച്ച് ചോറിൻ്റെ വിഴുക്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ചോറും വാർത്തു. പിന്നെ വേഗം ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്തു. കുടിവെള്ളമൊക്കെ റെഡിയാക്കി എടുത്തു. കുടിവെള്ളം ഞാൻ ഇന്നലെ തിളപ്പിച്ചിട്ട് ആവശ്യത്തിനുള്ളത് മാത്രം കേട്ടോ. അതാകുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കിനും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. ഉണ്ടാവിനകത്താണെങ്കിൽ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറേ നേരം ചൂട് നിൽക്കും കേട്ടോ. അപ്പോൾ തണുക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം വൈകിട്ട് അങ്ങ് തിളപ്പിച്ചിടും. അപ്പോൾ രാവിലെ ചെറുതായിട്ട് ആവശ്യത്തിന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. പിന്നെ അവർ പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആവശ്യത്തിന് കുടിവെള്ളമൊക്കെ തിളപ്പിച്ചിടും കേട്ടോ. അങ്ങനെ കുടിവെള്ളവും ഒക്കെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്ത് ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും വെള്ളവും എല്ലാം ഓക്കെ ആക്കി വന്നപ്പോഴത്തേക്കിനും അഭിയേറ്റ് വന്നു. പിന്നെ അഭിനെയൊക്കെ പല്ലൊക്കെ തേപ്പിച്ച് കാപ്പി കൊടുത്ത് കുറച്ച് ചോറും കൂടെ കൊടുത്ത് കുഞ്ഞാപ്പനും ചോറ് കൊടുത്ത് കുളിപ്പിച്ച് ഒരുക്കിതാ റെഡിയാക്കി നിൽപ്പുണ്ട്. നേരത്തെ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ ഓടിപ്പായേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഞങ്ങൾ ഓടിപ്പെടപെടുത്താണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇതാ റെഡിയായി കുറച്ച് നേരം തിന്നേലും വന്നിന്ന് വർത്താനമൊക്കെ പറയാനുള്ള സമയം ഇന്ന് കിട്ടിയിട്ടോ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നിന്നിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൃത്യം നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കിന് സ്കൂൾ വണ്ടി വന്നു. പിന്നെ ഓടിപ്പോയി സ്കൂൾ വണ്ടി കയറി കേട്ടോ. അപ്പം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഇവിടെ വന്ന് നിന്നാൽ മതി കേട്ടോ. ഇവിടെ സ്കൂൾ വണ്ടി വരും. അപ്പം സ്കൂൾ വണ്ടിയിൽ കയറി പോയാൽ മതി. അങ്ങനെ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് അതിന് ശേഷം വന്നിട്ട് കള്ളപ്പം തിന്നണോ ചോറുണ്ടണോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പം ഞാൻ ഓർത്തു കള്ളപ്പത്തിൻ്റെ മാവ് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചുട്ട് വെക്കണം. വൈകിട്ട് പിള്ളേർ വരുമ്പോൾ കഴിച്ചോളൂ. അപ്പോൾ പിന്നെ ഇനി വൈകിട്ട് കാപ്പി ഉണ്ടാക്കാൻ പ്രത്യേകമായിട്ട് നമ്മൾ ടൈം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ പിന്നെ ചോറുണ്ടാകുമെന്ന് വിചാരിച്ച് അങ്ങനെ തലേ ദിവസത്തെ മീൻകറിയൊക്കെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചൂടാക്കി പിന്നെ കുറച്ച് ക്യാബേജ് തോരനും ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു. അതും നമ്മുടെ വാഴച്ചുണ്ട് തോരനും പപ്പടമൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടൊരു ഫ്രാഷൻ ഫ്രൂട്ട് എനിക്ക് കിട്ടിയേ. നമ്മുടെ വീടിൻ്റെ പുറകിൽ കുറേ ഫ്രാഷൻ ഫ്രൂട്ട് കായ്ച്ച് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടുന്ന് ഒരു പഴുത്ത ഫ്രാഷൻ ഫ്രൂട്ട് കിട്ടി. ഞാൻ ആദ്യം ഓർത്ത് ഇത് എടുത്ത് വെച്ചാലോ വൈകിട്ട് പിള്ളേർ വരുമ്പോൾ കൊടുക്കാമെന്ന് കേട്ടോ. പിന്നെ തോന്നി ഒരു ഫ്രാഷൻ ഫ്രൂട്ടേ ഉള്ളൂ. വൈകിട്ട് വന്ന് കഴിയുമ്പോൾ അതിന് പിന്നെ അടിയാവും. പിന്നെ പകുത്ത് കൊടുത്താൽ അതിനും പ്രശ്നമാവും. അവിക്ക് ഇച്ചിരി കൊടുത്തു, എനിക്ക് കൂടുതൽ തന്നില്ല, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മൊത്തം പ്രശ്നമാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി വൈകിട്ടത്തേന് ഒരു വഴക്കുണ്ടാക്കണ്ടല്ലോ, അത് കൈയോടെ ഞാൻ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ജ്യൂസാക്കിയാലും പ്രശ്നമായിരിക്കും. എനിക്കെന്താ ഇത്രയും കുരുവില്ലാത്ത, അവന് കുരുവുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അതങ്ങ് കഴിച്ച്. നന്നായിട്ട് പഴുത്ത പാഷൻ ഫ്രൂട്ടായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ കുറേ തവണ ഇങ്ങനെ പിള്ളേർ പറക്കിയൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ കഴിച്ചില്ലായിരുന്നു. അങ്ങനെ നന്നായിട്ട് പഴുത്ത ഒരെണ്ണം കിട്ടിയപ്പോൾ ഞാനത് ആസ്വദിച്ചങ്ങ് കഴിച്ചു കേട്ടോ. അങ്ങനെ അതും കഴിച്ചു. അതിന് ശേഷം വന്നിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാണ്. ഞാൻ കഴിച്ചതും പിന്നെ ലാസ്റ്റ് സ്കൂളിൽ പോകാൻ നേരത്തെ ഒരുങ്ങി ഇറങ്ങുമ്പം വാരി കൊടുക്കുന്ന പ്ലേറ്റൊക്കെ ഞാൻ അവിടെ തന്നെ വെക്കും. എല്ലാ പരിപാടിയും തീർത്തിട്ട് പിള്ളേരെ വിടാതിരുന്ന നന്നായിട്ട് നേരത്തെ എണീക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടി ആ സിങ്കിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഇവർ പോയി കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ച പ്ലേറ്റുകളും സ്പൂണുകളും ഗ്ലാസ്സുകളും ഒക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ അപ്പം കഴുകി വെക്കുന്നുണ്ട്. വലിയ അധികം അങ്ങനെ പാത്രങ്ങൾ കുമിഞ്ഞു കൂടി കിടക്കാൻ പാകത്തിനില്ല കേട്ടോ. പിന്നെ ഇവിടെ അതിന് മാത്രം പാത്രങ്ങളും ഇല്ല, അതാണ് അതിൻ്റെ ഒരു സത്യം കേട്ടോ. ഞാൻ ആവശ്യത്തിന് പാത്രങ്ങൾ മാത്രമേ വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടുള്ളൂ.
ഒരുപാട് പാത്രങ്ങളായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ വാടകയ്ക്ക് ഇനി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നാൽ അതും ചുമന്നുകൊണ്ട് പോകണം. അത് തന്നെയല്ല, ഉള്ള ഇടയിൽ ഇങ്ങനെ ഫുള്ള് പാത്രങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തട്ടിയും മുട്ടിയും പാത്രങ്ങളും. ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കള കയറിയാൽ നമ്മൾ ഈ പാത്രക്കടയിൽ കയറിയ പോലെയാണ് കേട്ടോ. ഇഷ്ടം പോലെ പാത്രങ്ങളാണ്. അപ്പോൾ പിന്നെ അവർക്ക് വേറൊരു ഗുണമുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ പാത്രങ്ങൾ കാണും. ഇവിടെ പിന്നെ അത്രയും പാത്രങ്ങളില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, കഴുകാനും എളുപ്പമുണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതിന് ശേഷം വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുടിവെള്ളം ഇനി വൈകിട്ട് വരെയുള്ള വെള്ളം വെക്കണം. അങ്ങനെ ആ വെള്ളവും വെച്ചു. പിന്നെ കിച്ചണൊക്കെ ഒന്ന് തൂത്ത് തുടച്ചെല്ലാം അടുക്കി പറക്കിയൊക്കെ ഒന്ന് വെച്ച്. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഇരിപ്പുണ്ട്, അത് താഴത്തെ ആടിന് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പം ആ താത്ത വരുമ്പോൾ അതങ്ങ് കൊടുക്കുന്നു. അതോടെ ആ പാത്രവും കഴുകി വെക്കുന്നു. ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണിയുള്ളതൊന്ന് കഴുകിയിട്ടേക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോഴാണെങ്കിൽ നല്ല വെയിലുമുണ്ട്, വെയിലായി വരുന്ന സമയമല്ലേ. അപ്പം ഞാൻ വേഗം വാഷിംഗ് മെഷീനിലേക്ക് തുണിയൊക്കെ ഇട്ടു കേട്ടോ. രാവിലെ കുളിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ കല്ലിലെ കഴുകിയേനെ. ഇനിയിപ്പോൾ അടിച്ച് അലക്കി കഴിയുമ്പോഴത്തേക്കിനും മേത്തൊക്കെ വെള്ളം ആവുമല്ലോ. അപ്പം അതിനൊക്കെ ഭേദം വാഷിംഗ് മെഷീനിൽ കഴുകാമെന്ന് വിചാരിച്ചു. വാഷിംഗ് മെഷീനിലാണ് തുണി ഇടുന്നെങ്കിൽ ഞാൻ അലക്കി എടുക്കുകയുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം പിടിച്ചിട്ട് അതിനകത്ത് തന്നെ ഊരിപ്പിഴിഞ്ഞാണ് എടുക്കുന്നത്. അല്ലാണ്ട് ഫുള്ള് ഞാൻ വാഷിംഗ് മെഷീൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, ജസ്റ്റ് അലക്കി എടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. പിഴിയിലൊക്കെ നമ്മുടെ സ്വന്തം കൈ കൊണ്ട് ആണ്. അങ്ങനെ തുണിയൊക്കെ കഴുകാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നമ്മുടെ വീടിൻ്റെ പുറകുവശമൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് വാരി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫ്രണ്ട് വശം കൂടി അടിക്കാനുണ്ട് കേട്ടോ. അപ്പം അതിന് മുന്നേ ഞാൻ കുറച്ച് മതിലിലെ പള്ളിയൊക്കെ ഒന്ന് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. കുറേ ആയി ഇത് പറിച്ചിട്ട് കേട്ടോ. ഞാൻ വന്ന സമയത്തൊന്നും എല്ലാം പറിച്ചൊന്ന് ക്ലീനൊക്കെ ആക്കിയതായിരുന്നു വീടും പരിസരമൊക്കെ കേട്ടോ. ഇപ്പോൾ പിന്നെയും പുല്ലൊക്കെ വളർന്ന് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് മഴയൊക്കെ കിട്ടിയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് പറിച്ച് വൃത്തിയാക്കി വിടുകയാണ് കേട്ടോ. വലിയ കാട് പോലെയെന്നൊന്നും പറയത്തില്ല, കുറച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തായാലും ഇപ്പം നമ്മുടെ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ നിന്നത് ഓരോന്നിങ്ങനെ നുള്ളി കളയുന്നുണ്ട് കേട്ടോ. ഇനി വലിയ വളരാനായിട്ട് സമയം കൊടുക്കുന്നില്ല. അങ്ങനെ ഫുള്ളും നമ്മുടെ മാട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ പുല്ലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം താഴോട്ട് ഞാൻ പിച്ചി ഇട്ട് ഇനിയിപ്പോൾ എന്തായാലും അടിച്ചു വരാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷം വന്നത് മുറ്റമൊക്കെ ഒന്ന് തൂത്തുവാരി നമ്മൾ പിച്ചിയിട്ട പള്ളയും ചപ്പും എല്ലാം കൂടി അടിച്ച് തൂത്ത് കൊണ്ട് കത്തിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കുന്നില്ല, അല്ലാതെ പേപ്പർ സാധനങ്ങളെല്ലാം ഒന്ന് കത്തിച്ച് കളയുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് പച്ച പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പുകഞ്ഞ് നിൽക്കാനാണ് സാധ്യത കേട്ടോ. പേപ്പർ കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കത്താനുള്ള സാധ്യതയില്ല. പുകയാണെങ്കിൽ പുകയട്ടെ, കൊതുകും ബിന്ദുവൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ച്. ഇവിടെ ആണെങ്കിൽ ഈച്ചേനേക്കാളും നമ്മുടെ മണീനീച്ച എന്ന് പറയുന്ന സംഭവമില്ലേ, കൂവിച്ച, അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കരികിലെല്ലാം തൂത്തുകൂട്ടി കത്തിച്ചപ്പോഴത്തേക്കിനും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൂടി അങ്ങ് വെച്ചു. ഈ വെള്ളം ഒന്ന് ആറി വരണേ ഇനി വൈകിട്ടാവും കേട്ടോ. അത്രയും ചൂട് നിൽക്കുന്നുണ്ട് ഈ അണ്ടാവിനകത്ത്. അങ്ങനെ വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടു. അതിന് ശേഷം വന്നിട്ട് നമ്മുടെ ബെഡ്റൂമൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച്, ബെഡ്റൂമല്ല ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് പിന്നെ എന്നത്തെയും പോലെ ഒന്ന് അടിച്ച് വാരിയൊക്കെ ഇടുന്നുണ്ട്. തുടയ്ക്കുന്നില്ല കേട്ടോ, തുടയ്ക്കൽ വൈകിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഇപ്പം ഞാൻ തുടച്ചിട്ടാലും ഇനി ഒരു 4 ആകുമ്പോഴത്തേക്കിനും പിള്ളേർ വരുമല്ലോ, 4:30 ആകുമ്പോഴത്തേക്കിനും. പിന്നെ അവർ വന്ന് കഴിയുമ്പോഴത്തേക്കിനും കാപ്പി കൂടിയായി, കള്ളപ്പം തിന്നലായി, കുറച്ച് പഞ്ചസാരയൊക്കെ നേരത്തും മൊത്തത്തിൽ ഒന്ന് തലകുത്തി മറിച്ച് വെക്കും വീട്. അത് കഴിഞ്ഞ് പിന്നെ വിളക്ക് വെക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം, അടിച്ച് വാരി തുടച്ചെല്ലാം ചെയ്തതിന് ശേഷമാണല്ലോ വിളക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കണം. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്തായാലും വൈകിട്ട് തുടയ്ക്കാനുള്ളതല്ലേ, വൈകിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മൊത്തം തൂത്ത് വാരി അടുക്കളയും കൂടെ തൂത്ത് വാരിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഏകദേശം ഇന്നത്തെ പണികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെ കിച്ചണൊക്കെ തൂത്ത് വാരി എല്ലാ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞു. കഞ്ഞിയായി, കറിയായി, കാപ്പിയായി, കുളിയും കഴിഞ്ഞ്, അലക്കും കഴിഞ്ഞ്, തുണിയും കൊണ്ട് വിരിച്ച് കേട്ടോ. അങ്ങനെ ഫുള്ള് പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാവിലെ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാം കഴിയും കേട്ടോ. അങ്ങനെ പിന്നെ ഏകദേശം 10-10:30 ആയപ്പോഴത്തേക്കിനും നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുക്കണം. കുറച്ച് തുണിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് മടക്കി അടുക്കി പറക്കി വെച്ചതിന് ശേഷം ആകാമെന്ന് വിചാരിച്ച് അങ്ങനെ തുണിയൊക്കെ മടക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്നലെ അലക്കി വിരിച്ചിരുന്നാണ്, നല്ല പപ്പടം പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അബിയുടെ യൂണിഫോമൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ ബാക്കി ഇന്ന് വിരിച്ച തുണി ഇനി ഉണങ്ങിയാലേ മടക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ ഫുള്ള് തുണിയൊക്കെ മടക്കി റെഡിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് നേരം നമ്മൾ ഏകാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, പിള്ളേർ സ്കൂളിൽ പോയി, ഒറ്റയ്ക്കാണല്ലോ. അങ്ങനെ പെരയൊക്കെ അടച്ച് കുറ്റിയിട്ടതിന് ശേഷം വന്നിട്ട് ബെഡ്റൂമിൽ വന്ന് ഫാനൊക്കെ ഇട്ട് കുറേ നേരം അങ്ങനെ ഇരിക്കും കേട്ടോ. ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. അതിന് ശേഷം വന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് നോക്കണം. പിന്നെ നമ്മുടെ ലൂബിക്ക് അച്ചാറൊക്കെ ഇടണം. അതൊക്കെ പിന്നെ പതുക്കെ മതി. ഇനി ഇഷ്ടം പോലെ സമയം കിടക്കല്ലേ, വൈകിട്ട് വരെ സമയമുണ്ട്.
അപ്പം ഇനി പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.